മാളികപ്പുറം സിനിമയിലെ ദേവനന്ദയെ അവർ കാല് പിടിച്ചതിന് ഇവിടെ പല പക്ഷമുണ്ടാകുന്നു. ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു, ഈ നാടിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ചാണ് ഞങ്ങളിന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷരത 100% നേടിയ നാടാണ് നമ്മുടേതെന്ന് പറയുന്നു. ഈ നാട്ടിലാണോ ഒരു സിനിമയിൽ അഭിനയിച്ച കുട്ടിയുടെ കാല് പിടിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം. ഈ രാജ്യത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ചിലരൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്യുന്ന ആലോചിക്കണം. ആ കുട്ടി ആ സിനിമയിൽ അഭിനയിച്ചു, അതിന് ദൈവിക പരിവേഷം ചിലർ കൊടുക്കുന്നുണ്ട്, കാല് തൊട്ട് വണങ്ങി. എന്താ പ്രശ്നം? ഈ പ്രശ്നം എന്താ പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടവിടെ, കല്ലുകളെ പൂജിക്കുന്ന നാടാണ്, കല്ലുകൾക്ക് മുകളിൽ പാലൊടിക്കുന്ന നാടാണെന്ന് ആലോചിക്കണം. അതിന് യാതൊരു പരിഭവമില്ല. മാത്രമല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നടന്മാരും നടികളുമുണ്ട്, അവർക്ക് പലർക്ക് അമ്പലങ്ങൾ പണിയുന്ന നാടാണെന്ന് ആലോചിക്കണം. അവരുടെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോയിൽ മാലയിട്ട് പാലൊഴിച്ച് ഉത്സവം നടത്തുന്ന നാടാണെന്ന് ആലോചിക്കണം. അത് പഴയ കേസല്ല, ഇപ്പോഴും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ വല്യേട്ടൻ സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ 4K മമ്മൂട്ടിക്ക് അമിതമായ പരിവേഷമാണ് ഫാൻസുകാർ കൊടുത്തതെന്ന് ആലോചിക്കണം. അങ്ങനെ മമ്മൂട്ടിയായാലും മോഹൻലാലായും ദിലീപായും ആരൊക്കെയുണ്ട്, ഏത് നടീനടന്മാരായാലും അവരൊക്കെ ഇങ്ങനെ മറ്റൊരു രീതിയിലാണ് അവിടെ ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഇനി വേറൊരു കാര്യം കൂടി പറയാം നമുക്ക്. ഇവിടെ പ്രേം നസീർ, NT രാമറാവു അടക്കമുള്ളവർ ഇവിടെ ദൈവങ്ങളുടെ കഥാപാത്രങ്ങളായിട്ട് അവതരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണനായിട്ട് അവരെത്രയോ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പടം വീടുകളിലും പൂജാമുറിയിലും വെച്ച് പൂജിക്കുന്ന ഇപ്പോഴും അവരുടെ ഫോട്ടോസ് ഉണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള നാടാണ് നമ്മുടേതെന്ന് ആലോചിക്കണം. എന്തിനാ സിൽക്ക് സ്മിത എന്നുള്ള ആർട്ടിസ്റ്റ് ഒരു ആപ്പിൾ, കടിച്ച ആപ്പിൾ ലേലത്തിൽ പോയപ്പോൾ ലക്ഷങ്ങളോളം പണം അവർക്ക് ഇപ്പോഴത്തെ രീതിയാണ് പൈസ കിട്ടിയെന്ന് ആലോചിക്കണം. അപ്പോൾ കടിച്ച ആപ്പിൾ പോലും, അതായത് എച്ചിലായ ആപ്പിൾ പോലും വൻ വില കൊടുത്ത് വാങ്ങാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. ഇപ്പോൾ പരാതി ഇപ്പം എന്തുണ്ടായിരിക്കുന്നത്? മാളികപ്പുറം എന്നൊരു സിനിമ, അതൊരു ഭേദപ്പെട്ട സിനിമയാണ്, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ആരും നിർബന്ധിക്കുന്നില്ലോ. ഉണ്ണി മുകുന്ദൻ്റെ സിനിമയാണ് ശരിക്കും. ആ സിനിമയെക്കുറിച്ച് ആലോചിക്കണം. ഇവിടെ പല വമ്പൻ പടങ്ങളും പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സാംസ്കാരിക ക്ഷേമ ബോർഡുണ്ട് ഇവിടെ. ആ ബോർഡിൽ നിന്നാണ് ഓരോ മാസവും കലാകാരന്മാർക്ക് 4000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത്. അത് തിയേറ്ററിൽ കളിച്ച് ലാഭം കിട്ടിയ സിനിമയിൽ നിന്നുള്ള വീതം കൊടുക്കാറുള്ളൂ, അല്ലാണ്ട് വേറെ പൈസ കൊടുക്കാറില്ല. അപ്പം അങ്ങനെ ഞാനൊരു ഈ മാളികപ്പുറം റിലീസ് ചെയ്ത് അതൊരു ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ പോയിട്ട് അവിടുത്തെ MD ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ ആ സംസാരിച്ച കൂട്ടത്തിൽ അപ്പോൾ പെൻഷൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ മറ്റു പലർക്കും പെൻഷൻ ലേറ്റ് ആവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചതിന് അവർ പറയും ലേറ്റായി, പണമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അടക്കമുള്ളവർക്ക് പൈസ തരാൻ വേണ്ടിയിട്ടുള്ള പണം വന്നു തുടങ്ങി. കാരണം ഇവിടെ ഒരു സിനിമ റിലീസ് ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ആലോചിക്കണം. മാളികപ്പുറം എന്നുള്ള സിനിമ, ആ സിനിമയുടെ കളക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വൻ വിജയമാക്കി മാറ്റിയ ആ സിനിമയുടെ വിഹിതം കൊണ്ടാണ് ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞെന്ന് ആലോചിക്കണം. അതൊരു നന്മയുടെ വശം തന്നെയാണെന്ന് ആലോചിക്കണം. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ദേവനന്ദ എന്ന കുട്ടി ഈ 2 ദിവസം മുൻപ് എറണാകുളത്തെ യൂത്ത് ഫെസ്റ്റിൽ ഗസ്റ്റായി പോയി. വലിയ തെറ്റാണോ? ഇവിടെ തുണിക്കട തൊട്ടേനും പിടിച്ചേനും എല്ലാം ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ നടന്മാരെയും നടികളെയൊക്കെ വിളിച്ച് ലക്ഷങ്ങളാണ് കൊടുക്കണമെന്ന് ആലോചിക്കണം അല്ലേ? അവിടെ ആരാധകർ തടിച്ചു കൂടുന്ന ആലോചിക്കണം. അവർ പിന്നെ പല പരസ്യങ്ങൾ ഇവർ വിടുന്നുണ്ടെന്ന് ആലോചിക്കണം. ഈ പരസ്യം വിടുമ്പോൾ പരസ്യം കണ്ട് ആ പരസ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അതെല്ലാം തകർന്നു പോകുമ്പോൾ നഷ്ടപരിഹാരം ആരും തരുന്നില്ല. ഒരു കോടതിയിലും പോകുന്നില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ദേവനന്ദ, കല്ലു എന്നുള്ളൊരു കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് കാണുമ്പോൾ ചിലർക്ക് കൈ കൂപ്പാൻ തോന്നും. എന്തിനും ദൂരേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ മ്യൂസിക് ഇല്ലേ, ഏഷ്യാനെറ്റിലായാലും മറ്റു ചാനലിലായാലും സംഗീതത്തിൻ്റെ പരിപാടികളൊക്കെ കാണാറുണ്ട്. ആ പാട്ട് പാടുന്ന കുട്ടികൾ ചിത്രയുടെ കാലിൽ വീഴുന്നു, മറ്റു പല നടന്മാരുടെയും കാലിൽ വീഴുന്നില്ലേ, ആദരവ് കൊണ്ടുണ്ട്. ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ? ആ ദേവനന്ദ വരുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ചൈതന്യം ആ കുട്ടിയിലുണ്ട്. മാത്രമല്ല ഈ മധ്യവയസ്കൻ ആ സിനിമയും കണ്ടിട്ടുണ്ട്. സിനിമയല്ലേ, സിനിമയിൽ എന്തെല്ലാം കാണിക്കും, ഭക്തി കാണിക്കും. ആ കുട്ടിയെ കാല് തൊട്ട് തൊടും. അത് വലിയ പ്രശ്നമായി. സാംസ്കാരിക കേരളത്തിലുള്ള തിരിച്ചടി
എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു ആലോചിക്കണം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് രാമായണം എന്നുള്ളൊരു മെഗാ സീരിയലിവിടെ ദൂരദർശനിൽ വന്നിരുന്നു ആലോചിക്കണം ഇല്ലേ? അന്നും അധികം ചാനലുകളൊന്നുമില്ല. ആ ദൂരദർശനിലെ വന്ന കഥാപാത്രങ്ങളെ കാണാൻ വേണ്ടി ജനം തടിച്ചു കൂടുക. രാവിലെയാണ്, ഞായറാഴ്ച ദിവസമൊക്കെ ആയിരുന്നു. ജനങ്ങൾ തടിച്ച് വീട്ടിലെ അമ്മമാരും പെണ്ണുങ്ങളും ഒക്കെ എല്ലാവരും തടിച്ചു കൂടി. അവർ മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. രാമായണം സീരിയലാണ് എന്ന് പറയുക മാത്രമല്ല, ആ സീരിയലിൻ്റെ ഗുണം കൊണ്ടാണ് BJPക്ക് ഒരു പരിധി വളരാൻ പറ്റിയെന്ന് ആലോചിക്കണം. അപ്പോൾ നിശബ്ദമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ പരോക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം കൂടി അതിലുണ്ടായിരിക്കുന്ന ആലോചിക്കണം ഇല്ലേ? പിന്നെ അതുമാതിരി പോലെ ചില സിനിമകളുണ്ട്. നമുക്ക് ഇപ്പം ദേശീയ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ, ദേശീയ അവാർഡിന് അവാർഡ് കിട്ടിയെന്ന് ആൾക്കാർ പറയുമ്പോൾ അതൊരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ ഓരോ വർഷം കഴിയും തോറും രാഷ്ട്രീയ പരിഗണനയും ജാതിമത പരിഗണനയും വെച്ചുകൊണ്ട് അവാർഡുകൾ കൊടുക്കുമ്പോൾ ഈ അവാർഡിൻ്റെ വില തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കുട്ടിയല്ലേ, ആ കുട്ടി ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്യാൻ ഗസ്റ്റായി വന്നു. അതിനെ എല്ലാവരും കയ്യും കാലും പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരു മാന്യൻ അയാൾക്ക് തോന്നി ആ കുട്ടി, അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് ആലോചിക്കണം. അയാൾ ആ കുട്ടിയുടെ കാല് തൊഴുതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമോ? നമ്മൾ ശബരിമലയ്ക്കൊക്കെ മാലയിടുന്നുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ കാര്യമില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ശബരിമലയ്ക്ക് മാലയിടുന്നു പറഞ്ഞാൽ എന്തോരം ഭയഭക്തിയോട് കൂടി എന്ന് പറയുക. കുട്ടിസ്വാമി, വലിയ സ്വാമി, മൂത്ത സ്വാമി എന്നൊക്കെ വിളിക്കാമെന്ന് ആലോചിക്കണമേ. സ്വന്തം അച്ഛൻ പോലും മോനെ പോലും കുട്ടിസ്വാമി എന്ന് വിളിക്കാമെന്ന്. അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല എന്നാലോചിക്കണം. ഇപ്പം എന്താ പേര് വിളിച്ചാൽ കുഴപ്പം? എല്ലാവിധ രീതിയോടും കൂടി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവർ കൊണ്ടു നടക്കട്ടെ. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടെ. എനിക്ക് വിശ്വാസമില്ല, ഞാനെന്തിനാ ദ്രോഹിക്കാൻ പോണത്? എനിക്കിഷ്ടമുണ്ടെങ്കിൽ കൈ കാല് പിടിക്കാതിരിക്കുക ചെയ്യാം. ഇവിടെ നമ്മൾ കൈക്കൂലി കൊടുക്കുന്നില്ലേ? ഓരോ കാര്യസാധനം കൈക്കൂലി മാത്രമേ, എന്തെല്ലാം രീതിയിലുള്ള വൃത്തികേടുകൾ നടക്കുന്നു. അതിനെതിരെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഈ അടുത്ത കാലത്ത് തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, ലക്ഷങ്ങൾ പ്രതിഫലം ശമ്പളം വാങ്ങുന്നവർ ഈ 1600 രൂപ പെൻഷൻ വേറെ വാങ്ങുന്നു, തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ വന്നിട്ടില്ലേ? എന്താ അവരുടെ പേര് പോലും പ്രസിദ്ധീകരിക്കുന്നില്ലല്ലോ? എന്താ അവരുടെ പേര് പറയാത്തത്? അവരുടെ പേര് പറയണം, അവരെ നാറ്റിക്കണം, പൈസ പലിശ സഹിതം ഈടാക്കണ്ടല്ലേ? അതിലൊന്നും ആർക്കും ഒരു മോചില്ല. ഇവിടെ ഒരു കുട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമയിലെ വെച്ച് കുട്ടിയുടെ കാലം തൊട്ടു. ഇത് വലിയ പ്രശ്നമാക്കി തീർത്തൊരു നാടായി തീർന്നിരിക്കുന്നു. നമ്മളിപ്പോൾ അതിനെന്താ പറയുക? വളരെ മോശമല്ലേ? എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ബാലാവകാശ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികളോട് ഇങ്ങനെ കാണിക്കുന്ന ചില കാര്യങ്ങളോടൊക്കെ അവരിതിന് കേസെടുക്കേണ്ടതല്ലേ ശരിക്കും? സംഭവം ചെറുതോ വലുതോ ആയിക്കോട്ടെ അല്ലേ? അത് ആരും പരാതി ഒരാൾ കൊടുക്കണമെന്നില്ല. ഒരു ജനകീയ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല, ഈ സിനിമയ്ക്ക് മാളികപ്പുറത്തിൻ്റെ മറ്റൊരു ഭാഗം, രണ്ടാം ഭാഗം വരാൻ പോകുന്നു. അതല്ലെങ്കിൽ ആ ടീം തന്നെ വേറൊരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ആ സിനിമയിലും നമ്മുടെ ഈ കുട്ടി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കുന്നു, അത് മാളികപ്പുറത്തിൻ്റെ രണ്ടാം ഭാഗമാണോ എന്നുള്ളത്. ആകാതിരിക്കാം. നമ്മൾ എന്തായാലും നമ്മളത് കാണുക. നമുക്ക് നൽകുന്ന ആഹാരത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നല്ല ആഹാരമാണെങ്കിൽ നമുക്ക് കഴിക്കാം. അതുപോലെ സിനിമ നമുക്ക് ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ സിനിമ കാണാം, ആ സിനിമയെ പരിചയപ്പെടുത്താം, നമുക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യാം. ആ കുട്ടി ഒരു കുട്ടി ആയതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കുഴപ്പം. നമ്മൾ വേറൊരു പാടി ആരോഗ്യം നമ്മുടെ ചരിത്രത്തിൽ, സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ബേബി ശാലി എന്നൊരു ആർട്ടിസ്റ്റ് ബാലനടി ഇവിടെ ഉണ്ടായിരുന്നു. ആലോചിക്കണം. ആ കുട്ടിയെ പോലെ എൻ്റെ മക്കൾ എല്ലാം ആ കുട്ടിയെ പോലെ ആയിരിക്കണം എല്ലാ അമ്മമാരും വിചാരിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ഹെയർ സ്റ്റൈല്, ആ കുട്ടിയുടെ സംസാര രീതി എല്ലാം ഈ നാട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൊണ്ടുവന്നിരുന്നതാണത്. അങ്ങനെ ഒരു ഭാഗ്യം കുട്ടിയെക്കുറിച്ച് ഇവിടെ ഒരു സിനിമയിൽ, അതായത് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും വരെ ഈ കുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന ചരിത്രമുണ്ടായിരുന്നു. ആലോചിക്കണം. അപ്പോൾ അതൊരു അത്ഭുത ബാലികയാണ് എന്ന് വരെ എഴുതിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടാനിഷ്ടങ്ങളാണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. ഇതിൻ്റെ പേരിൽ ഈ കുട്ടിയുടെ കാല് ഒരാൾ തൊട്ടതിൻ്റെ പേരിൽ അത് അയാളുടെ വലിപ്പമോ ചെറുപ്പമോ ആയിക്കോട്ടെ, അത് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നത്, നമ്മൾ മ്ലേച്ഛമായി സംസാരിക്കുന്നത് യാതൊരു സംസ്കാരമില്ലാത്ത വൃത്തികെട്ട മനസ്സുള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.